السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിവിശിഷ്ടങ്ങളായ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അൽ ഹയ്യ് എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അൽ ഹയ്യ് എന്ന അള്ളാഹുവിൻ്റെ നാമം നമ്മൾ മുമ്പ് സ്വീകരിച്ച അതേ രൂപത്തിൽ തന്നെ ആദ്യം അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചത്, വിശുദ്ധ ഖുർആനിൽ വന്നത്, ഹദീസുകളിലുള്ളത്, ഇങ്ങനെയാണ് പോകുന്നത്. ഭാഷാപരമായി അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളവൻ അല്ലെങ്കിൽ ജീവനുള്ളത് എന്നതിനാണ് അൽ ഹയ്യ് എന്ന് അല്ലെങ്കിൽ ഹയ്യ് എന്ന് ഭാഷയിൽ, അറബി ഭാഷയിൽ പറയാം. സാധാരണ ജീവനുള്ള വസ്തുക്കൾക്ക് എന്തൊക്കെയാണോ അതിനൊക്കെ പറയാം. സസ്യങ്ങൾക്ക്, മനുഷ്യർക്ക്, ഗോത്രങ്ങൾക്ക്, ഇതിനൊക്കെ ഉപയോഗിക്കാം. അറബി ഭാഷയിൽ അത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അൽ ഹയ്യ് എന്ന് പറയുമ്പോൾ ഇവിടെ ഭാഷാപരമായ ഒരു അർത്ഥം നമ്മളെ നോട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അൽ ഹയ്യു ഫിൽ ലുഗത്തി സിഫത്തുൻ മുശബ്ബഹത്തുൻ ലിൽ മൗസൂഫി ബിൽ ഹയാത്ത്. ഹയ്യ് എന്നത് ഒരു സിഫത്തുൻ മുശബ്ബഹത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതെന്നെന്നും എന്താണോ ഒരു കാര്യം പറയുന്നത്, ആ പറയുന്ന കാര്യം എപ്പോഴും നിലനിൽക്കുന്നത്, അതിനാണ് അറബി ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ളവനാണെന്ന് പറഞ്ഞാൽ ആ ജീവൻ എന്നും ഉള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഭാഷാപരമായിട്ട് തന്നെ അങ്ങനെയാണ്. ഫിഅലുഹു ഹയ്യ യഹ്യ. സാധാരണഗതിയിൽ അതിൻ്റെ അറബി ഭാഷയുടെ റൂട്ട് വേർഡ് ഉണ്ടാവും. ഏത് വാക്കിനൊരു തുടക്ക വേർഡ് ഉണ്ടാവും, ക്രിയാരൂപം. അതിന് സാധാരണ ഹയ്യ എന്ന വാക്കിൽ നിന്നാണ് അതുണ്ടായിട്ടുള്ളത്. അതിൻ്റെ വർത്തമാനകര രൂപമാണ് യഹ്യ എന്നുള്ളത്. ഇതൊക്കെ ഭാഷാപരമായിട്ടുള്ള ചർച്ചയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വൽ ഹയ്യു സുബ്ഹാനഹു ഹുവ ദായിമു ഫി വുജൂദിൽ ബാഖി ഹയ്യൻ ബിദാതിഹി അലാ ദവാമി അസ്ലം വ അബദ. ഭാഷാപരമായി ചർച്ച ചെയ്യുന്നിടത്ത് തന്നെ ഒരു അഖീദയുടെ ഒരു ഖായിദ അവിടെ കൊണ്ടുവരും.
എന്നാൽ അല്ലാഹുവിൻ അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അസ്തിത്വത്തിൽ തന്നെ, അതേപോലെ തന്നെ അവൻ്റെ സത്തയിൽ, ദാത്തിൽ അതെന്നും നിലനിൽക്കുന്നതാണ്. അതിൻ്റെ പ്രത്യേകത അല ദവാമി അസിലം വ അബദ. അല്ലാഹ് ജീവനുള്ളത് എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടായി തുടങ്ങിയതല്ല, ജീവനുള്ളതാണ്. ആ ജീവൻ ഒരിക്കലും എന്താവില്ല, ഇല്ലാതാവില്ല. ഭാഷാപരമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഇനി പണ്ഡിതന്മാർ, സലഫുകൾ, മുൻഗാമികൾ ഇതിനെ കണ്ടിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സിറുകൾ ഖുർആനും ഹദീസൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. ഇന്ന് ഖുതുബ ശ്രദ്ധിച്ചു എല്ലാവരും അല്ലേ? എന്തായിരുന്നു വിഷയം? അഖീദയാണ്. അഖീദ അതാണ് എല്ലാം ഇസ്ലാമിൻ്റെ എല്ലാം അഖീദയാണ്. അഖീദ ഒരാളത് ശരിയായിട്ടില്ലെങ്കിൽ വേറൊന്നും ശരിയാവില്ല. അതിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതാണ്. അതാണ് ഇന്നത്തെ ഖുതുബയുടെ ആകെ ഉള്ള ഒരു കാര്യം. ആ കൂട്ടത്തിൽ അദ്ദേഹം അവസാനം രണ്ടാം ഖുതുബയിൽ പറഞ്ഞ കാര്യം, ഇമാം ഔസാഇ റഹിമഹുല്ല ഇസ്ലാമിക ചരിത്രത്തിലെ താബിഉകളിൽപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മദ്ഹബ് വരെ, ഒരു ഫിഖ്ഹി മദ്ഹബ് വരെ അക്കാലത്തുണ്ടായിരുന്നു. പിൽക്കാലത്ത് നിലനിന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കാണാം, അലൈക ബി ആസാരി സലഫ്. നിങ്ങൾ അഖീദയുമായി ബന്ധപ്പെട്ട, സുന്നത്തുമായി ബന്ധപ്പെട്ട ഏത് വിഷയമാവട്ടെ, അത് ഇടയിലൊന്ന് സൂചിപ്പിക്കുക കേട്ടോ, അത് നിങ്ങൾ പിന്തുടരേണ്ടത് സലഫുകൾ എന്ത് പറഞ്ഞു അതാണ്. പറഞ്ഞാൽ സലഫുകൾ ഉദ്ദേശിക്കുന്ന ആരാ? ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ തലമുറ. രാവിലത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടു. വഇൻ റഫളകന്നാസ് വഇയ്യാക വആറാ അർറിജാൽ. അതിനി സലഫുകൾ പറഞ്ഞത് സ്വീകരിച്ചിട്ട് ജനങ്ങൾ മുഴുവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്ത് രൂപത്തിൽ നിന്നെ വിമർശിച്ചാലും അതാണ് നിനക്ക് സുരക്ഷിതത്വം. അതല്ലാതെ ആളുകൾ എന്ത് പറയുന്നു എന്നതല്ല. വഇൻ സഖറഫൂക ബിൽ ഖൗൽ, അവരുടെ സഖറഫൂഹ ബിൽ ഖൗൽ, നീ മറ്റുള്ള ആളുകളുടെ കൗലൊക്കെ എന്താക്കുക, നീ ഒഴിവാക്കുക. ഏതായിരുന്നു നമ്മുടെ വിഷയം? ഇമാം ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ല അല്ലാഹുവിൻ്റെ അൽ ഹയ്യ് എന്ന നാമത്തെ വിശദീകരിക്കുന്നത് കാണാം. അല്ലദി ലഹുൽ ഹയാത്തു ദായിമത്തു വൽ ബഖാ. അല്ലാഹു ഹയ്യ് എന്ന് പറഞ്ഞാൽ അവൻ അദ്ദായിമത്തു വൽ ബഖാ. എന്താ അവൻ്റെ ആ ഹയ്യ്, അവൻ ജീവനുള്ളവൻ എന്ന് പറഞ്ഞാൽ അത് ദായിമത്താണ്, അതിങ്ങനെ ഉണ്ടാവുമെന്നു, അത് ബാക്കിയാകുന്നത്. അല്ലദീ ലാ അവ്വല ലഹു യുഹദ്ദു വലാ ആഖിറ ലഹു യുഅമ്മദ്. അതിൻ്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ ഹയാത്ത്, അതിന് നിർണയിക്കപ്പെട്ട ഒരു തുടക്കമല്ല, ഇന്ന സമയത്താണ് തുടങ്ങിയതെന്നില്ല. വേറെ ഏത് ജീവനും അതൊരു സമയത്ത് ജീവനില്ലാത്തതായത് പിന്നെ ജീവൻ ഉണ്ടായതാണ് അല്ലേ? ജീവൻ കൊടുത്തപ്പോൾ ജീവൻ ഉണ്ടായതാണ്. അതേപോലെ തന്നെ വല ആഖിറ ലഹു യുഅമ്മദ്, അതിനൊരു നിശ്ചയിക്കപ്പെട്ട അന്ത്യവും ഇല്ല. ഇതെന്തിനാ പറയുന്നത്? ഇത് പറഞ്ഞാലാണ് ലാസ്റ്റ് നമ്മൾ എന്തുകൊണ്ട് അൽ ഹയ്യ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തിന് പ്രത്യേകത മനസ്സിലാവും. അതുകൊണ്ട് ഇത് പഠിച്ചേ പറ്റൂ. ഇദാ കാന കുല്ലു മാ സിവാഉ ഫഇന്നഹു വഇൻ കാന ഹയ്യൻ ഫഇന്ന ലിഹയാതിഹി അവ്വലൻ മഹദൂദ വആഖിറൻ മഅ്മൂദ. തഫ്സീർ അത്ത്-തബരിയിൽ അദ്ദേഹം പറയുന്നത്, എന്നാൽ ഇദാ കാന കുല്ലു മാ സിവാഹു, അല്ലാഹു അല്ലാത്ത എല്ലാം, അത് മനുഷ്യൻ എന്ന് പറഞ്ഞില്ല, മൃഗം എന്ന് പറഞ്ഞില്ല, ബാക്കി എന്തൊക്കെയുണ്ടോ, ഫഇന്നഹു വഇൻ കാന ഹയ്യൻ, അതിനൊക്കെ ജീവനുണ്ട്, ഏതിനെങ്കിലൊക്കെ നമ്മൾ ജീവനുണ്ട് എന്ന് പറയുന്നുവെങ്കിലും ഫഇന്ന ലിഹയാതിഹി അവ്വല മഹദൂദ, അതിനൊക്കെ ഒരു നിർണയിക്കപ്പെട്ട തുടക്കം ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മൾക്ക് ജീവൻ കിട്ടുന്നതിന് മുമ്പ് നമുക്ക് ജീവനില്ല. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ ആഖിറൻ മഅ്മൂദ, അതിനൊക്കെ നിശ്ചയിക്കപ്പെട്ട ഒരു അന്ത്യമുണ്ട്. എല്ലാം എന്താകും? അള്ളാഹു അല്ലാത്തത് മുഴുവൻ നശിക്കും. കുല്ലുമൻ അലൈഹ ഫാൻ. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ ഇമാം നാസിർ സഅദി റഹിമഹുല്ല, അത് മറ്റൊരു മുഫസ്സിറാണ്, നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് കാമിലുൽ ഹയാത്തി, അള്ളാഹു അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ ഈ വിശദീകരണം ഉള്ളത് ആയത്തുൽ കുർസിന്റെ വിശദീകരണം. ആയത്തുൽ കുർസി തുടങ്ങുന്നത് തന്നെ അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം.
അവിടെ വിശദീകരിക്കണം. ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ ഇമാം നാസർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ സഅദിയിൽ വിശദീകരിക്കുന്നത് ഐ കാമിലുൽ ഹയാത്ത്, ഹയാത്ത് ജീവൻ എന്നുള്ള ജീവിതം എന്നുള്ളതിൽ അള്ളാഹു പരിപൂർണനാണ്. ഫഹുവ ഇസ്മുൻ യതളമ്മനു ജമീഅ സിഫാത്തി അദ്ദാത്തിയത്തു ലില്ലാഹ്. അൽ ഹയ്യ് പഠിപ്പിക്കുമ്പോൾ ഒരു അസുലായി, ഒരു ഖായിദയായി, ഒരു അടിസ്ഥാനമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. ഹയ്യ് എന്ന നാമത്തിന്റെ പ്രത്യേകത ഫഹുവ ഇസ്മുൻ, ഈ നാമം യതളമ്മനു ജമീഅ സിഫാത്തി അദ്ദാത്തിയത്തു ലില്ലാഹ്, അള്ളാഹുവിന്റെ ദാത്തിയായി ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള എന്തൊക്കെ സിഫത്തുണ്ടോ ആ സിഫത്തുകളോട് മുഴുവൻ ചേർന്ന് നിൽക്കുന്ന നാമമാണ് അൽ ഹയ്യ്. കട്ടിയാവണില്ലല്ലോ. അള്ളാഹുവിന് ദാത്തിയായി അവന്റെ സത്തയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ സിഫത്തുകൾ എന്തൊക്കെയുണ്ടോ ആ സിഫത്തുകൾ മുഴുവൻ ഏതുമായി ചേർന്ന് നിൽക്കുന്നു? അൽ ഹയ്യ്. അതൊന്നുകൂടി ബാക്കി കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ലി അന്നഹ തർജിഉ ഇലൽ ഹയ്യ്, അതെല്ലാം ഹയ്യിലേക്ക് മടങ്ങും. എങ്ങനെ? കൽ ഇൽമി വൽ ഇസ്സത്തി വൽ ഖുദ്റത്തി വൽ ഇറാദത്തി വൽ അളമത്തി വൽ കിബ്രിയ വഗൈരിഹ മിൻ സിഫാത്തി ദാത്തിൽ മുഖദ്ദസ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇൽമുള്ളവനാണ്. ഇൽമുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ജീവൻ വേണം. അള്ളാഹു ഇസ്സത്തുള്ളവനാണ്. ഏതാണ് ആ ഇസ്സത്ത്? ഏതിലേക്ക് മടങ്ങുന്നത്? നിലനിൽക്കുന്ന ജീവനുള്ള, അതായതുകൊണ്ട് അള്ളാഹുവിന് എന്തുണ്ട്? ഇസ്സത്തുണ്ട്. അള്ളാഹു ഏതൊക്കെ കാര്യങ്ങൾ അയാൾക്ക് അതറിയാം. അയാൾക്ക് ജീവനല്ലെങ്കിൽ പിന്നെ അതറിയോ? മനുഷ്യരിലേക്ക് പോവുകയാണെങ്കിൽ ഇയാൾക്ക് എഴുതാൻ അറിയാം, അല്ലെങ്കിൽ വായിക്കാൻ അറിയാം, അയാൾക്ക് ഇന്ന കാര്യങ്ങളുണ്ട്. അയാൾക്ക് ജീവൻ തന്നെയല്ല, പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ എല്ലാ ദാത്തിയായ സിഫത്തുകളും ഏത് പേരിലേക്ക് മടങ്ങും? അൽ ഹയ്യ് എന്ന നാമത്തിലേക്ക് മടങ്ങും. ഇതിന്റെ തുടർച്ച ഖയ്യൂമാണ്. അള്ളാഹുവിന്റെ ഫഇലിയായ എല്ലാ സിഫത്തുകളും ഏതിലേക്ക് മടങ്ങും? ഖയ്യൂമിയത്തിലേക്ക്, ഖയ്യൂം എന്ന നാമത്തിലേക്ക് മടങ്ങും. അതാണ് അദ്ദേഹം തുടർന്ന് വിശദീകരിക്കുന്നത്. അത് മറ്റൊരു പാട്ടായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത്രയും മനസ്സിലായല്ലോ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. ഈ നാമം ഹയ്യ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ അൽ ഹയ്യ് എന്നുള്ളത് 5 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ആയത്തിൽ നോക്കുക. 1 സൂറത്ത് അൽ ബഖറയിലെ 255, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. വിശുദ്ധ ഖുർആനിലെ അഅലമു ആയ, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട വചനാണ് ഏത്? ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി തുടങ്ങുമ്പോൾ തന്നെ ഈ നാമം വന്നിട്ടുണ്ട്. മറ്റൊന്ന് സൂറത്ത് ത്വാഹയിൽ, ഇതാണ് സൂറത്ത് ആലു ഇംറാനിലെ 2ാമത്തെ വചനം, അലിഫ് ലാം മീം. പറഞ്ഞോളി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. 3ാമത്തേത് സൂറത്ത് ത്വാഹയിലെ 111, വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ളുൽമ. അവിടെ അള്ളാഹു പറയുന്നത് പരലോകത്ത് ആളുകൾ മുഴുവൻ എത്ര വലിയ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരൊക്കെ അങ്ങേയറ്റത്തെ വിനയാന്വിതരായി, ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരുടെ മുഖമൊക്കെ കീഴ്പോട്ടാക്കി പഞ്ചപുച്ഛമടക്കി അവിടെ ഇങ്ങനെ നിൽക്കും. ആ വിഷയം പറയാണ് ഹയ്യിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സിഫത്തുകളും അടങ്ങുന്ന അൽ ഹയ്യ് എന്ന നാമാണ് അള്ളാഹു അവിടെ പ്രയോഗിച്ചത്. പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. ഈ 3 സ്ഥലത്തും ഖയ്യൂം എന്ന നാമത്തോട് ചേർത്തിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? ഹയ്യ് ഖയ്യൂം എന്ന നാമത്തോട് ചേർത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഹയ്യുൽ ഖയ്യൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത് ഇസ്മുല്ലാഹിൽ ആലം ആയത് നമുക്ക് ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. 2 നാമങ്ങൾ വിശദീകരിച്ച് അവസാനിപ്പിക്കുമ്പോൾ 4ാമത്തെ ആയത്ത് വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. എന്താ? നീ ബരമേൽപ്പിക്കുക. ആരുടെ മേല? ഹയ്യായിട്ടുള്ളവന്റെ മേലിൽ. കാരണം അവൻ ഒരിക്കലും മരിക്കാത്തവനാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഹയ്യുൽ ഖയ്യൂമിനെ വിശദീകരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം പണ്ഡിതന്മാർ ഒരു ഖായിദയായിട്ട് വിശദീകരിക്കുന്നു. ഹയ്യുൽ ലദീ ലാ യമൂത്ത് ഖയ്യൂമുൽ ലദീ ലാ യനാം. ഈ ഒരൊറ്റ വാചകത്തിൽ എല്ലാ കാര്യങ്ങളും ഈ 2 നാമത്തിൽ പറഞ്ഞത് മുഴുവൻ എത്തിനാണ്. അൽ ഹയ്യുൽ ലദീ പറഞ്ഞോളി ലാ യമൂത്ത് വൽ ഖയ്യൂമുൽ ലദീ ലാ യനാം. എന്താന്ന് പിന്നീട് വിശദീകരിച്ചു തരാം. അതേപോലെ മറ്റൊരു വചനം ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹുവൽ ഹയ്യ്, അവൻ ഹയ്യാൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഹക്കായ നിലക്ക് ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒന്നുമില്ല. ഫദ്ഉഹു, അതിനാൽ നീ അവനെ മാത്രം ദുആ ചെയ്യണം. മുഖ്ലിസീന ലഹുദ്ദീൻ,
അവനോട് ദീനിന്റെ മുഴുവൻ കാര്യങ്ങൾ അവന് മാത്രമാക്കിക്കൊണ്ട് അവനോട് മാത്രം ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനാകുന്നു സർവസ്തുതി. ഈ 5 വചനങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അൽ ഹയ്യ് എന്ന നാമം വന്നിട്ടുണ്ട്. ഇനി അൽ ഹയ്യുൽ ഖയ്യൂമിനെ തഫ്സീറുകളിലും പണ്ഡിതന്മാരും വിശദീകരിച്ചത് കാര്യം, ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ, ഹയ്യ് എന്ന് പറഞ്ഞാൽ അൽ ഹയ്യ് ഫി നഫ്സിഹി അല്ലദീ ലാ യമൂതു അബദ അൽ ഖയ്യിമു ലിഗൈരിഹി. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹ് പറഞ്ഞ ഒരു വാചകമാണ്, ഒരു അസറാണത്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ ഫി നഫ്സിഹി അല്ലദീ ലാ യമൂതു അബദ, അവൻ ഒരിക്കലും തന്നെ മരണം സംഭവിക്കാത്തവനാണ്. അവൻ്റെ സത്തയിൽ ഒരിക്കലും ഒരു കുറവും സംഭവിക്കാത്തവനാണ്, അവനാണ് ഹൈ. അൽ ഖയ്യിമു ലിഗൈരിഹി എന്ന് മാത്രമല്ല, അതോടൊപ്പം മറ്റുള്ളവർ നിലനിൽക്കാൻ വേണ്ട മുഴുവൻ, സ്വന്തം എന്നു നിലനിൽപ്പുണ്ട്, മറ്റുള്ളവർ നിലനിൽക്കാൻ വേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നവനാണ് ആര്? അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു ആ കാര്യങ്ങൾ ചെയ്യണം. ഈ ആശയമാണ് അൽ ഹയ്യ് എന്ന നാമത്തിലുള്ളത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പ്രാർത്ഥനകളിൽ ആവർത്തിച്ചാവർത്തിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു നാമാണെന്ത്? അൽ ഹയ്യ് വൽ ഖയ്യൂം എന്നുള്ളത്. ഓക്കെ, നോക്കാം. നമുക്ക് ഒരു പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ല അൻത അൻ തുദില്ലനി അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത്. കണ്ടോ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത് വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ, അർത്ഥം പറഞ്ഞോളേ, ഞാൻ നിനക്ക് കീഴ്പ്പെട്ടിട്ടുണ്ട്, നിന്നനുസരിച്ചാണ് ജീവിക്കുന്നത്. വബിക ആമൻതു, നിന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. വഅലൈക തവക്കൽതു, നിന്നിൽ വരമേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ല അൻത അൻ തുദില്ലനി, അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. എന്തിൽ നിന്നാ? നീ അല്ലാതെ ആരാധനക്കർഹനായി വേറൊരാളും ഇല്ല റബ്ബേ, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് നിന്റെ ഇസ്സത്ത്, നിന്റെ പ്രതാപം വെച്ച് രക്ഷ ചോദിക്കുന്നു. അൻ തുദില്ലനി, നീ എന്നെ വഴിപിഴപ്പിക്കുന്നതിൽ നിന്ന്. എന്നിട്ട് പറയാം, അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത്, നീ ഹയ്യാണ്, നീ ഒരിക്കലും മരിക്കാത്തവനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹിനെ ഇങ്ങനെ പുകഴ്ത്തുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിനെ എങ്ങനെ വാഴ്ത്തി പറയാ, പുകഴ്ത്തി പറയാ എന്നുള്ള അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിനർത്ഥം ഞാൻ നിന്നെ കീഴ്പ്പെടാൻ ബാധ്യസ്ഥനാണ്, ഞാൻ ഒരുപാട് താഴെയാണ്. ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പ്രയോഗം. നമ്മുടെ വിഷയമായി വരുന്നത് അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത് വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, ജിന്നുകളും മനുഷ്യരും ഒക്കെ മരിക്കുന്നവരാണ്, നീ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇപ്പോൾ കാണാതെ പഠിക്കണത്, ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാം, എല്ലാം കിട്ടുന്ന വാക്കുകളാ. എന്താ? ആരെങ്കിലും ഒരാൾ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം, നമുക്കറിയില്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറഞ്ഞു നോക്കിയേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം നമുക്കറിയാം. അല്ലദീ ബഖി ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം, ഇത് നമുക്കറിയാം. എത്ര പ്രാവശ്യം പറയാൻ പറഞ്ഞേ? വഅതൂബു ഇലൈഹി, ഇത് 3 പ്രാവശ്യം ഒരാൾ പറഞ്ഞാൽ ഇതിന്റെ ആശയം അത്രയും വലുതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉഫിറത് ലഹു ദുനൂബുഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. വഇൻ കാന ഫാറം മിനസ് സഖഫി, അവൻ ഒരു യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടിയവനാണെങ്കിൽ പോലും. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ എന്താ? യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത് മഹാപാപാണ്, അല്ലേ? തന്റെ കൂടെ ഉള്ളവരൊക്കെ ഇട്ട് തിരിഞ്ഞോടുന്നുള്ളത് വൻ പാപങ്ങൾ എണ്ണിയതാണ്. ആ വലിയ പാപം ചെയ്തവനാണെങ്കിൽ പോലും അതിന്റെ അർത്ഥം എന്താ? ബാക്കിയുള്ള പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. അവിടെയും നമ്മുടെ വിഷയം വന്നിട്ടുണ്ട്. ഏതാണ്? ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലേ? അതേപോലെ തന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നസല ബിഹി ഹമ്മുൻ ഔ ഗുമ്മുൻ ഔ അമ്മുൻ എന്ന് പ്രയോഗം ഉണ്ടോ? ഖാല യാ ഹയ്യ് യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അല്ലേ? ഇത്രയും. അതിന്റെ അപ്പുറത്തേക്കുള്ള പ്രാർത്ഥന നമ്മൾ രാവിലെ ചെല്ലുന്ന പ്രാർത്ഥന ഉണ്ട്. ഇവിടെ എന്താ? യാ ഹയ്യ ഖയ്യൂം, ഹയ്യും ഖയ്യൂമായവനെ
ബിറഹ്മതിക അസ്തഗീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം കണ്ണിൽപ്പെട്ടാൽ, അത് ഇറങ്ങിയാൽ, അള്ളാഹിന്റെ പരീക്ഷണമായിട്ട് വന്നാൽ ഇത് പറയുന്നതാണ്, യാ ഹയ്യ യാ ഖയ്യൂം അസ്തഗീസു ബിറഹ്മതി, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന കാര്യം. ഈ പ്രാർത്ഥനകൾ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളയുടെ തഫ്സീറിൽ നിന്ന് പണ്ഡിതന്മാർ എടുത്തു കൊടുക്കുന്ന കാര്യമുണ്ട്. ഹയ്യൽ ഖയ്യൂം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് നിങ്ങൾ ഉണ്ടല്ലേ കൂടെ? ഓക്കെ. അൽ ഹൈ ഇസ്മുൻ മിൻ അസ്മാഇൽ ഹുസ്ന, അർത്ഥങ്ങൾ പറയും. ഹൈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ്. യുസമ്മ ബിഹി, അങ്ങനെ അള്ളാഹു പേര് വെച്ചിട്ടുണ്ട്. വയുഖാലു ഇന്നഹു ഇസ്മുല്ലാഹി തആല അൽ അഅലം, അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ ആലമാണ് ഇത് എന്നും പറയപ്പെടാറുണ്ട്. ഇസ്മുല്ലാഹിൽ ആലം എന്നുള്ളത് 2-3 അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്, ഹദീസുകളിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഹയ്യുൽ ഖയ്യൂം എന്നത് വിശദീകരിച്ച് കഴിയുമ്പോൾ ഞാനത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും അങ്ങനെയും പറയുന്നുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ ആലമിൽപ്പെട്ട നാമങ്ങളുടെ കൂട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു നാമാണ്. വയുഖാൽ, പറയപ്പെടുന്നു, ഇന്ന ഈസ ബിനു മറിയം അലൈഹിസ്സലാം കാന ഇദാ അറാദ അൻ യുഹ്യിൽ മൗത യദ്ഉ ബിഹാദ ദുആ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു പ്രകടമാക്കിയ ഒരു മുഅ്ജിസത്തായിരുന്നു എന്ത്? മരണപ്പെട്ടവരെ ജീവിപ്പിക്കൽ. അപ്പൊ അള്ളാഹുവിന്റെ അനുമതി ഉണ്ടാകുമ്പോൾ അത് ചെയ്യും. ആ സമയത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇത് വെച്ചിട്ടായിരുന്നു. ഏതാ? യാ ഹയ്യു യാ ഖയ്യൂം. വയുഖാലു ഇന്ന ആസിഫ് ബിനു ബർഖിയ. ആരാണ് ആസിഫ് ബിനു ബർഖിയ? ആരാണ് ആസിഫ് ബിനു ബർഖിയ? ആരാ പറഞ്ഞേ? കയ്യൊന്നിച്ച് ആരാണ് പറഞ്ഞാള്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആരാണ് ബൽക്കീസിന്റെ കൊട്ടാരം കണ്ണെമ്മ വെട്ടുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുവരിക, അല്ലേ? അപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരാളാണ് ഇത് പറഞ്ഞത് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം. ഏതായിരുന്നാലും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, അദ്ദേഹം ഈ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പ്രഖ്യാപനം ഏറ്റെടുക്കുന്ന സമയത്ത് ദഅ ബിഖൗലിഹി യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞു എന്നാണ്. വയുഖാൽ, പറയപ്പെടുന്നു, ഇന്ന ബനി ഇസ്രായീൽ. എന്താ അങ്ങനെ പറയുന്ന? ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ്. അദ്ദേഹം മുൻഗാമികളിൽ നിന്ന് അല്ലെങ്കിൽ മുൻ വേദങ്ങളിൽ നിന്ന് കേട്ട കാര്യങ്ങൾ എടുത്തു കൊടുക്കുകയാണ്. അത് എത്രത്തോളം സ്വഹിയായി വന്നു അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഇമാം ഖുർത്തുബി എന്ന് പറയുന്ന മഹാനായ മുഫസ്സിർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നത് സലഫി പണ്ഡിതന്മാർ ദുആ ചെയ്യുന്ന സമയത്ത് യാ ഹയ്യ ഖയ്യൂം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, അത് എടുത്തു പറയണം എന്ന് പറയുന്നിടത്ത് കൊണ്ടുവന്നത് ഞാൻ ഇവിടെയും പറയാണ്. അല്ലാഹു അഅലം. ക്ലിയർ ആണല്ലോ അല്ലേ? ഇന്ന ബനി ഇസ്രായീല സഅലു മൂസ അൻ ഇസ്മില്ലാഹിൽ അഅലം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ബനു ഇസ്രായേലിയർ ചോദിച്ചു, അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിൽക്കുന്ന നാമം ഏത്? അപ്പോൾ ഫഖാല ലഹും, അവരോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹയാ ഹിയ ശറാഹിയ, യാനി യാ ഹയ്യു യാ ഖയ്യൂം. അന്ന് അദ്ദേഹത്തിന്റെ അവരുടെ ഭാഷയിൽ പറഞ്ഞതായിരിക്കാം. ഹയാ ഹിയ ശറാഹിയ എന്നതാണ് നിങ്ങൾ പറയുന്നത്. അതിന്റെ അർത്ഥം യാ ഹയ്യു, ഉദ്ദേശിക്കുന്നത് യാ ഹയ്യു യാ ഖയ്യൂം എന്നതാണ്. വയുഖാലു ഹുവ ദുആഉ അഹ്ലിൽ ബഹരി ഇദാ ഖാഫു അൽ അറഖ യദ്ഊന ബിഹി. വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത് ആളുകൾ ഇത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. ഇമാം ഖുർത്തുബി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്ന കാര്യമാണ്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റു നാമങ്ങളെപ്പോലെ തന്നെ നമ്മൾ വിശദീകരിക്കുന്നത്, ഈ നാമം നമ്മൾ പഠിച്ചു, അതിൻ്റെ ഭാഷാർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞത്, ഖുർആനിൽ പറഞ്ഞതൊക്കെ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ സ്വാധീനം ഉണ്ടാകും? ഓരോ നാമങ്ങളും നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വന്നത്. എങ്ങനെയാണ് സ്വാധീനം ഉണ്ടാക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, മറ്റതൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ നാമം പഠിച്ചാലും നമ്മളിൽ ഒന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട് ഉണ്ടാവേണ്ടത് തൗഹീദ് ഒന്നുകൂടെ മനസ്സിലാവുക എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതാണ് അള്ളാഹു അൽ ഹയ്യാണെന്ന് തിരിച്ചറിയുന്നൊരു വിശ്വാസി ഒരിക്കലും അവൻ്റെ പ്രാർത്ഥനകൾ, അവനിൽ നിന്ന് ഉണ്ടാകുന്ന ഭയം, അവൻ്റെ പ്രതീക്ഷ, ഇത് മറ്റൊരു സൃഷ്ടികളിലേക്ക് ഒരിക്കലും തന്നെ തിരിയുന്നതല്ല, തിരിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് നഹ്ലിലെ 20-21 ആയത്തിൽ വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഹിൻ
വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. അല്ലേ, എന്താ അവിടെ പറയുന്നത്? വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ അവർ ദുആ ചെയ്യുന്നവർ. ആരോടാണോ ദുആ ചെയ്യുന്നത്? അവർ. ലാ യഖ്ലുഖൂന ശൈഅൻ, അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ നോക്ക്, ലോകത്ത് അല്ലാത്ത ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കപ്പെടുന്നവർ ആരെങ്കിലും എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, റബ്ബിന്റെ വെല്ലുവിളി ഉണ്ട്, ഒരു ഈച്ചയെ പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയൂല. വഹും യുഖ്ലഖൂൻ, അവർ മുഴുവൻ എന്താണ്? സൃഷ്ടികളാണ്. അവർ മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്, അവരൊക്കെ സൃഷ്ടികളാണ്. അംവാതുൻ ഗൈറു അഹ്യാഹിൻ, അവരെല്ലാം ജീവനില്ലാത്തവരാണ്, മരിച്ചവരാണ്. വമാ യശ്ഉറൂന അയ്യാന യബ്അസൂൻ, അവരൊക്കെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നോക്ക് നിങ്ങൾ, ഇവിടെ നമ്മുടെ വിഷയം എന്താ? മരിക്കാത്തവൻ ഇവിടെ ഉണ്ട്. ആരാ? അൽ ഹയ്യ് ആയിട്ടുള്ള അള്ളാഹ്. അതുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മരിക്കുന്നവരെ എന്താക്കരുത്? അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, നിങ്ങളുടെ ഒന്നും അവരിലേക്ക് തിരിയരുത്. മറ്റൊരു വചനം കാണാം, വലാ തദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ ലാ ഇലാഹ ഇല്ലാ ഹുവ കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹു ലഹുൽ ഹുക്ം വഇലൈഹി തുർജഊൻ. വലാ തദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനോട് നിങ്ങൾ ദുആ ചെയ്യരുത്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. കുല്ലു ഷൈഇൻ ഹാലികുൻ, അതെല്ലാം നശിക്കുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റബ്ബിനോട് പറഞ്ഞാൽ എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പിടിച്ച് ശിക്ഷിക്കും. പക്ഷെ അത് മാത്രം പറഞ്ഞാൽ തന്നെ മനുഷ്യർ ബാധ്യസ്ഥരാണ്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നത്, അവർക്ക് ഇബാദത്ത് നൽകുന്നതിന്റെ നിരർത്ഥകത എങ്ങനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന കാരണങ്ങൾ കൊണ്ട്, ഇന്ന ന്യായം കൊണ്ട് എന്നെ മാത്രം അല്ലേ? നിങ്ങൾ കൂടണ്ടല്ലോ അല്ലേ? ഇവിടെയും പറയുന്ന എന്താ? എല്ലാം നശിക്കും. അത് മറ്റായത്തുകളിലുണ്ട്, എന്താ? കുല്ലുമൻ അലൈഹ ഫാൻ, നമുക്കറിയാം എല്ലാം നശിക്കും, റബ്ബ് മാത്രമാണ് ബാക്കിയാകുന്നത്. മറ്റൊരായത്ത് ഇതൊക്കെ നമ്മൾ നോട്ടിലുണ്ടല്ലോ, ഈ പറയുന്നൊക്കെ ആയത്തുകളില്ലേ? ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ. സൂറത്ത് ആഫിർ 65 നമ്മൾ തുടക്കത്തിൽ ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ? അവനാണ് ഹയ്യ്, ലാ ഇലാഹ ഇല്ലാ ഹുവ, അതുകൊണ്ട് അവനല്ലാതെ വേറൊരാളും ആരാധനയില്ല. ഫദ്ഊഹു, അവനോട് നിങ്ങൾ ദുആ ചെയ്യണം. മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും കലരാൻ പാടില്ല. ആ ദുആ അവന് മാത്രം ഉള്ളതായിരിക്കണം. അല്ലേ? മനുഷ്യൻ ഇനി എത്ര വലിയവനായാലും, അവന് കുത്തുബ എന്ന് പറയാ, അല്ലെങ്കിൽ അതിന്റെ അപ്പുറമുള്ള എന്ന് പറയാം, മനുഷ്യന്മാരിങ്ങനെ വെച്ചെട്ടി കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ, നമ്മുടെ കൗമിൽപ്പെട്ട ആളുകൾ വരെ അവന് ഭയങ്കര സ്ഥാനമുണ്ട്, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണം. ഇനി എന്തൊക്കെയാണെങ്കിലും ഹൽ അതാ അലൽ ഇൻസാനി ബാക്കി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. അല്ലേ? നമുക്കറിയാം എന്താ? മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കാൻ പറയാൻ പറ്റാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? അത് ഇനി മടവൂരിൽ മരണപ്പെട്ട ആളായാലും സാക്ഷാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇനി വേറെ മനുഷ്യരല്ലല്ലോ. അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടില്ലെന്നാണ്. പിന്നെ അള്ളാഹുവാണ് നിങ്ങൾക്ക് ജീവൻ നൽകിയത്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാത്ത എന്നെന്നുമുള്ളവൻ, അതാണല്ല ഹയ്യിന്റെ പ്രത്യേകത. ആ ഹയ്യ് ഇവിടെ ഉണ്ടാകുമ്പോൾ അവനിലേക്ക് മാത്രമേ ഇബാദത്തുകൾ തിരിയാൻ പാടുള്ളൂ എന്നാണ്. അല്ലേ? ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ പ്രസിദ്ധമായ നൂനിയ, ഈ വിഷയം ഇങ്ങനെ വിശദീകരിച്ച് വരുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നു, വലഹുൽ ഹയാത്തു കമാലുഹ ഫലി അജലിൻ ദാ വലിമമാതി അലൈഹി മിൻ സുൽത്താനി. വലഹുൽ ഹയാത്ത് കമാ, അള്ളാഹുവിൻ്റെ ഹയാത്തിൻ്റെ പ്രത്യേകത അത് സമ്പൂർണ്ണമാണ്. അള്ളാഹ്ക്കുണ്ട് എന്ന് പറയുന്ന ജീവൻ, ഏത് അള്ളാഹുവിൻ്റെ സിഫത്തുകളും സമ്പൂർണ്ണമാണ്. അതുകൊണ്ട് തന്നെ ആ കാരണം കൊണ്ട് മരണത്തിന് അള്ളാഹുവിൻ്റെ ഹയ്യിന് മുകളിൽ ഒരു സ്വാധീനമില്ല. മനസ്സിലായില്ല? അള്ളാഹിന്റെ ഹയാത്തിന്റെ മുകളിൽ മരണത്തിന് എന്തില്ല? ഒരു സ്വാധീനമില്ല. അള്ളാഹുവിന് താഴെ മുഴുവൻ അള്ളാഹിന്റെ സൃഷ്ടികളുടെയും മുകളിൽ സ്വാധീനം ചെലുത്തുന്ന ഏതാ? മരണത്തിന്റെ മുമ്പിൽ എന്തായാലും കാര്യമില്ല. നാശത്തിന്റെ മുമ്പിൽ എന്ത് ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും മരണമാണ് മുകളിൽ നിൽക്കുന്നത്. അതില്ലാത്ത ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമാണ്. പക്ഷെ അള്ളാഹ് അവിടെ അവസാനിപ്പിക്കുക. അടുത്ത ക്ലാസ്സിൽ ബാക്കി തുടരാം. ഇന്ന് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഞാൻ മറന്നുപോയൊരു കാര്യമായിരുന്നു. നമ്മുടെ ഇക്ബാൽക്ക് എന്നെ വിളിച്ചിട്ട് സൂചിപ്പിച്ചൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ മാസം ഷാബാനാണ് അല്ലേ? ഷാബാനിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ്?
ഷാബാൻ റമദാനിൻ്റെയും റജബിൻ്റെയും ഇടയിലുള്ളൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ അശ്രദ്ധയിൽ പെട്ടു എന്നാണ് ആ മാസത്തെക്കുറിച്ച് പറയാറുള്ളത്. പറഞ്ഞാൽ നോമ്പൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതിന് പകരം ഇപ്പോൾ ചെയ്യാനുള്ളതൊക്കെ ഇപ്പോൾ ചെയ്യാം. ചിലപ്പം ഭൗതികമായ കാര്യങ്ങളിലേക്കാരം ഇബാദത്തുകളൊക്കെ അന്നേക്ക് വേണ്ടി ഇപ്പോഴുള്ള ഇബാദത്തുകളൊക്കെ നഷ്ടപ്പെടുത്തുക. റംസാൻ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഇബാദത്തുകളൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവും, അശ്രദ്ധ ഉണ്ടാവും. അതുണ്ടാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ യസൂമു ശഅബാന കുല്ലഹു ഇല്ലാ ഖലീൽ, കുറച്ച് ഒഴികെ ബാക്കിയൊക്കെ നോമ്പെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതേപോലെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ ചെയ്തിരുന്നത്. പവിത്രമായ മാസങ്ങളിൽപ്പെട്ട മാസമാണ്. അതുകൊണ്ട് പ്രത്യേകതയുള്ള മാസങ്ങളിൽപ്പെട്ട മാസം തന്നെയാണ്. അതുകൊണ്ട് ശഅബാൻ ഒരു ഒരുക്കം നടത്തേണ്ട സമയമാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ശഅബാനിൽ കുറേ അനാചാരങ്ങൾ. ഇത് പറയാൻ കാരണം എന്താ അറിയും? കഴിഞ്ഞ ആഴ്ചേൻ്റെ മുമ്പത്തെ ആഴ്ച നമ്മളെ മിഅ്റാജ് വന്നേ വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച കുറേ ആൾക്കാർ നോമ്പ്, കുറേ ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ആ ദിവസം മിഅ്റാജിൻ്റെ നോമ്പ്, അതൊരു ബിദഅത്തായ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്തൊരു നോമ്പാണ്, അതെടുത്തിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മളിങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്നുണ്ട്, ഭയങ്കര ഉഷാറാട്ടോ, അല്ലെങ്കിൽ എന്താ അപ്പോൾ അത്, ഇങ്ങനെയൊക്കെ കുറേ ഇതുണ്ടാവും. ചോറൊന്ന് പോകാമെന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടിട്ടും ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രമാണവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കുകയോ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് പഠിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ നഷ്ടമാവും. അതുകൊണ്ട് അന്നും നോമ്പെടുത്ത ചില ആളുകളെങ്കിലും ഉണ്ട്. സത്യത്തിൽ നമ്മളിവിടെ രാവിലെ വന്ന ആളുകൾക്കറിയാം ബിദഅത്തിന്റെ പ്രത്യേകത എന്താ അറിയും? ബിദഅത്തിന്റെ പ്രത്യേകത, ബിദഅത്ത് 2-3 മിനിറ്റ് ബിദഅത്ത് ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുക. നല്ലതാണ്. ഇപ്പോൾ കള്ളുടിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ, തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ എപ്പോഴും വിചാരിക്കുക എന്താ? അത് തെറ്റാണ്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. പക്ഷെ നോമ്പും നമസ്കാരം ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന മനുഷ്യരെന്താ വിചാരിക്കുക? ഭയങ്കര. അതുകൊണ്ട് പിശാചിന് തെറ്റുകളെക്കാൾ ഇഷ്ടം ബിദഅത്താണ്. എളുപ്പമാണ്. ബിദഅത്താകട്ടെ സംസാരങ്ങൾ മുഴുവൻ നമ്മൾ കേൾക്കും. വക്കുല്ല ബിദഅത്തിൻ ലൊലാല വക്കുല്ല ലൊലാലത്തിൻ ഫിന്നാർ. ഒരു സംശയമല്ല. അതിന്റെ മുമ്പ് വശറൽ ഉമൂരി മുഹദസാതുഹ, എന്താ? ഏറ്റവും മോശപ്പെട്ട കാര്യം മുഹദസത്തുകളാണ്. വകുല്ല മുഹദസത്തിൻ ബിദ്അ, പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ ബിദ്അത്താണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ പോവാണ്. ഒരു പുണ്യം കിട്ടുന്ന കാര്യം പ്രവാചകൻ പറഞ്ഞെന്നില്ല എന്ന് നമ്മൾ വിശ്വസിച്ചതിൻ്റെ അർത്ഥം എന്താ? ഇമാം മാലിക് പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന് വിശ്വസിക്കുന്നതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ അന്ന് പ്രത്യേകം നോമ്പിട്ടിട്ടില്ല. നമ്മളെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്വഹാബത്ത് ആരും അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല മതത്തിലൊരു ദിവസം. അതേപോലെ ഒന്നാണ് ഈ ശഅബാൻ മാസത്തിൽ കുറേ അനാചാരങ്ങളുണ്ട്. ഒന്ന് ശഅബാൻ 15-നുള്ള നോമ്പ്, ബറാഅത്ത് നോമ്പ് അല്ലേ? ദീനുൽ ഇസ്ലാമിൽ എല്ലാ മാസത്തിലും 15-ാമത്തെ ദിവസം അറബി മാസത്തിൽ നോമ്പെടുക്കുക. ഏതാ നോമ്പ്? 13, 14, 15 അയ്യാമുൽ ബീദിന്റെ നോമ്പെടുക്കുക. ഇനി 15-ാമത്തെ ദിവസം വ്യാഴോ തിങ്കളാണെങ്കിൽ ആ നോമ്പെടുക്കുക. അതിൻ്റെ അപ്പുറത്ത് ഇനി അതല്ല, ഒരാൾ ഇങ്ങനെ ശഅബാനിൽ കുറേ നോമ്പെടുക്കുന്ന അന്ന് 15-നൊരു നോമ്പും അതും എടുക്കുക. പക്ഷെ അന്ന് ബറാഅത്ത്, അന്നൊരു ദിവസത്തെ പ്രത്യേക നോമ്പെടുന്ന് വിശ്വസിച്ചിട്ട് നോമ്പെടുക്കുക. കുറേ 100 റക്അത്ത് നിസ്കരിക്കുക. ബിദ്അത്തുകളുടെ പ്രത്യേകത, അനാചാരങ്ങൾ നോക്കി നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നടക്കുന്ന അനാചാരങ്ങൾ ഓരോ പഞ്ചായത്തിലും വ്യത്യാസം ഉണ്ടാവില്ലേ? ഒരു നാട്ടിൽ ഒന്നായിരിക്കും, വേറെ നാട്ടിൽ വേറൊന്നായിരിക്കും. അതേമാതിരി ഉണ്ടാവുക. ഇതേപോലെ തന്നെ ബറാഅത്തുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ ഓരോ നാട്ടിലും ഓരോ രൂപത്തിലുണ്ടാവും. എന്നാൽ എല്ലാവരും കൂടി ചെയ്യുന്ന, നല്ലൊരു ശതമാനം ആളുകൾ ചെയ്യുന്ന ഒരു അനാചാരമാണ് അന്നത്തെ നോമ്പ്. നല്ല ശർക്കര ചോറുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എന്താ പറയുക, മരണപ്പെട്ട ആത്മാക്കളൊക്കെ തിരിച്ചു വരും. ഇതൊക്കെ മറ്റു മതവിശ്വാസികളിൽ നിന്ന് വരും. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുന്നവരുണ്ട്. അന്ന് മാത്രം ഒരു പ്രത്യേക ഇതൊക്കെ ഉണ്ടല്ലോ നാട്ടില്. പള്ളി എന്താ പറയാ, ഖബർസ്ഥാനിൽ പോയിട്ട് അവിടെ ഒരു പ്രത്യേക ദുആ ഉണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, ദീനുൽ ഇസ്ലാമിൽ ഷഅബാനിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റജബും റമദാനും, അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഈ മാസം ആളുകൾ അശ്രദ്ധരാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അശ്രദ്ധ ഉണ്ടാവരുത്. കൂടുതൽ നോമ്പെടുക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ചില റിവായത്തുകളിൽ മുക്കാലും അങ്ങേയറ്റം പ്രവാചകൻ വളരെ കുറഞ്ഞ ദിവസങ്ങളല്ലാത്ത ദിവസമൊക്കെ നോമ്പെടുത്തിട്ടുണ്ട് പറഞ്ഞു. ഒരാൾക്ക് ചെയ്യാം, നന്മകൾ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.